നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇന്നലെ തിരുവനന്തപുരം പാറശാല വ്ളാത്താങ്കരയിൽ ഭർത്താവ് ഭാര്യയെ എന്ത് ചെയ്തു, കുത്തി കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ടിരിക്കും. അതായത് പെൺകുട്ടിയുടെ പേര് ആൽമ എന്നാണ് പെൺകുട്ടിയുടെ പേര്. പയ്യന്റെ പേര്, അതായത് കൊന്ന ഭർത്താവിന്റെ പേര് വിഷ്ണുനാഥ് എന്നാണ് ഭർത്താവിന്റെ പേര്. അപ്പോൾ വ്ളാത്താങ്കരയാണ് സംഭവം. അതായത് ഇവർ തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 10 കൊല്ലത്തോളമായി എന്നുള്ളതാണ്. എന്താണ് കാരണം എന്ന് കൃത്യമായിട്ട് വ്യക്തമല്ല എങ്കിൽ കൂടി ഇപ്പോൾ കുറച്ച് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് സംശയരോഗമാണ് ഇതിന്. സത്യം പറഞ്ഞതിന് യഥാർത്ഥ കാരണം സംശയരോഗമാണ്. അതായത് ഈ പറയുന്ന ആൽമ എന്ന് പറയുന്ന പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിരുന്നു. ഫേസ്ബുക്കിൽ ഏതാണ്ട് 10-11K ഫോളോവേഴ്സ് ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആ ഒരു സംശയരോഗമാണ് അവസാനം ഇതിലേക്ക്, ഈ പറയുന്ന ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ മറ്റൊരു ഘട്ടമെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിയുടെ അമ്മ നമ്മളെല്ലാവരും അറിയുന്ന ഒരു സീരിയൽ നടിയായിരുന്നു. പേര് മല്ലിക എന്നാണ്. ഞാൻ ഫോട്ടോയൊക്കെ ഇവിടെ കൊടുക്കുക. ഈ മല്ലിക എന്ന് പറയുന്ന ഈ സീരിയൽ നടിയുടെ മകളാണ് ഈ ആൽമ എന്ന് പറയുന്ന പെൺകുട്ടി. മനസ്സിലായോ? ഏതാണ്ട് 10 കൊല്ലത്തോളമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇവർക്കൊരു സഹോദരനും കൂടി ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവരുടെ പ്രണയം, ഈ പറയുന്ന ഭർത്താവ്, അതായത് കൊലപ്പെടുത്തിയ ഭർത്താവ് കൊല ചെയ്തതിനു ശേഷം തൊട്ടടുത്ത അവൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇന്ന ആളെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ് ചെയ്തത്. ഓക്കെ, ഇവൻ അവിടെ ഈ പറയുന്ന ഒരു സാധാരണ PSC കോച്ചിങ് എടുക്കുന്ന അവിടുത്തെ ഒരു പയ്യനാണ് എന്നാണ് അറിയപ്പെടുന്നത്. പൊതുവെ ഈ പയ്യനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ കുറിച്ചോ അവിടെ ആർക്കും വലിയ പരാതികളൊന്നുമില്ല. ഈ ഒരു വീട്ടിനകത്ത് ഇങ്ങനെ വലിയൊരു പ്രശ്നം നടക്കുന്നതായിട്ടും ആർക്കും അറിയത്തില്ല. ഈ രണ്ടുപേര് മാത്രമേ ആ വീടിനകത്തുള്ളൂ. ആ വീടിന്റെ പരിസരവും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടെ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ പുറത്തു വരുന്ന വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ഈ സംശയരോഗമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. ഇനി ഇവരുടെ കല്യാണം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫേസ്ബുക്കിൽ വഴി പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാണ്. മനസ്സിലായോ? കല്യാണം കഴിച്ചവരാണ് ഇവര്. എന്നിട്ടാണ് അവസാനം ഈ പറയുന്ന പ്രണയം ഒക്കെ ഒരു പരിധി വരെ ഈ പ്രണയ വിവാഹങ്ങൾ അവസാനം എന്താണ്, കുറച്ചു കാലത്തേക്ക് കാണുള്ളൂ. ഇഷ്ടം കാണുന്ന ചക്കരെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടില്ല. അവസാനം ഇതൊന്നും അല്ല, ഞാൻ കണ്ടതൊന്നും അല്ല, പരസ്പരം നമ്മൾ പ്രകടിപ്പിച്ചത് അല്ലെങ്കിൽ മുന്നിൽ കാണിച്ചതെല്ലാം ഫേക്ക് ആയിരുന്നു. യഥാർത്ഥം ഞാൻ ആരാണ്, യഥാർത്ഥം നീ ആരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കുമ്പോൾ പിന്നെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുമല്ല, നീ എന്നെ പ്രണയിച്ചില്ല, നീ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയല്ലേ എന്നെ പ്രണയിച്ചത്, അതുപോലെ നീ വീണ്ടും ഫേസ്ബുക്കിൽ തോണ്ടിക്കൊണ്ടിരുന്ന നിനക്ക് വീണ്ടും പ്രണയമാകില്ലേ, നിനക്ക് വീണ്ടും വേറെ ആരെങ്കിലും നിനക്ക് പ്രണയിച്ചൂടെ എന്നൊരു സ്വാഭാവിക ചിന്തയും ഈ പറയുന്ന ഭർത്താക്കന്മാർക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആ ഒരു വാർത്ത ഞാൻ വായിക്കാം. ഫേസ്ബുക്കിൽ വന്ന ഒരു വാർത്തയാണ്. ആ വാർത്ത നമുക്കൊന്ന് വായിക്കാം. അതിൽ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. വാർത്ത ഇങ്ങനെയാണ്: ഫേസ്ബുക്കിൽ കെട്ടിപ്പൊക്കിയ പ്രണയ വസന്തം ചോരയിൽ മുങ്ങി എന്ന് പറയുന്ന ഒരു വാർത്ത. മനസ്സിലായോ? നാടിനെ നടുക്കി യുവാവിന്റെ ക്രൂരത. സോഷ്യൽ മീഡിയയിലെ മാതൃകാ ദമ്പതികൾക്കിടയിൽ നടന്നതും ആരും തിരിച്ചറിയാത്ത പക. മനസ്സിലായോ? ഇവരുടെ ഇടയിൽ ആരും തിരിച്ചറിയാത്ത പക നടന്നു. വിഷ്ണുനാഥനും അൽമയ്ക്കുമിടയിൽ സംഭവിച്ചത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. പാറശാല പുറം ലോകത്തിന് അവർ പ്രണയത്തിന്റെ പര്യായങ്ങളായിരുന്നു. ഓക്കെ, ചാനലുകളിലും ഇൻസ്റ്റഗ്രാം റീലുകളും നിറഞ്ഞു നിന്ന വർണ്ണാഭമായ ജീവിതം. എന്നാൽ ആ ഡിജിറ്റൽ ചമയങ്ങൾക്കപ്പുറം വ്ളാത്താങ്കരയിലെ ആ വീട്ടിനുള്ളിൽ ഒരുക്കി വെച്ചിരുന്നത് ക്രൂരമായ കൊലക്കയറായിരുന്നു എന്ന് നാട് തിരിച്ചറിയുന്നത് ഞെട്ടലോടെയാണ്. ഓക്കെ, 9 വർഷം മുമ്പ് പ്രണയിച്ച് കൈപിടിച്ചവളെ വിഷ്ണുനാഥ് കൊലപ്പെടുത്തിയപ്പോൾ തകർന്നു വീണത് സോഷ്യൽ മീഡിയ കെട്ടിപ്പൊക്കിയ കപട സുന്ദര ലോകം കൂടിയാണ്. ഇനി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും 10,000-കണക്കിന് ആരാധകരുള്ള താരമായിരുന്നു ആൽമ. പൂച്ചകൾ, അതായത് ഈ പറയുന്ന ഫേസ്ബുക്കിനകത്ത് ഇവിടെ മൊത്തം പൂച്ചകൾ, ഒരുപാട് പൂച്ചകളുണ്ട്. പൂച്ചകളുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ കുട്ടികളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പൂച്ചകളുമായിട്ട് ഒരുപാട് പട്ടി, ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പറയുന്ന പൂച്ചകൾ. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റീൽസ് ഈ ആൽമ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെ? പൂച്ചകളെയും നായ്ക്കളെയും ജീവനതുല്യം സ്നേഹിച്ച ആൽമ പങ്കുവച്ചിരുന്ന വീഡിയോകളെല്ലാം നിമിഷ നേരം കൊണ്ട് തരംഗമായിരുന്നത്. അടുത്തിടെ ഫേസ്ബുക്കിൽ നിന്ന് ടാലന്റ് ബാഡ്ജ് ലഭിച്ച സന്തോഷം പങ്കുവച്ച ദിവസങ്ങൾ തികയും മുമ്പെയാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. ഇനി മൊഴികളിലെ വൈരുദ്ധ്യം. ഇനി ഈ ഭർത്താവ് പറഞ്ഞ മൊഴി എന്താണ്, അതിലെന്താണ് വൈരുദ്ധ്യം എന്നുള്ളതാണ്. കുട്ടികളില്ലാത്തതിന്റെ പേരിന്റെ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിഷ്ണുനാഥ് പറയുന്നത്. മനസ്സിലായത്? കുട്ടികളില്ലാത്ത, അതായത് 10 കൊല്ലം കൊണ്ട് നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷം കുട്ടികളൊന്നുമില്ല,
അതിന്റെ തർക്കം മൂത്താണ് ഇവൻ എന്ത് ചെയ്തു, ഒരു മാരക ആയുധം എടുത്ത് കുറുക്കിൽ എന്തോ ഒന്ന് കുത്തി 4-5 പ്രാവശ്യം കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. മനസ്സിലായോ? പക്ഷേ പക്ഷേ ഈ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആൽമയുടെ ഓരോ സോഷ്യൽ മീഡിയ ഇടപെടലുകളും വിഷ്ണു സംശയത്തോടെയാണ് വീക്ഷിച്ചത്. ഞാൻ പറഞ്ഞത് എന്താണ്, സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ ബന്ധപ്പെട്ടത്, നമ്മൾ പരിചയപ്പെട്ടത്, നമ്മൾ പ്രണയത്തിലാകും, നമ്മൾ വിവാഹം കഴിച്ചത്. വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ പോലെ നീ മറ്റുള്ളവരെയും പിന്നീട് പ്രേമിക്കില്ലേ എന്നൊരു ചിന്ത അവന് ഉണ്ടായി എന്നാണ്. മനസ്സിലായോ? പത്രങ്ങളും പൂച്ചകളുമായുള്ള വീഡിയോകളും പങ്കുവെക്കുമ്പോഴും വീട്ടിനുള്ളിൽ കുട്ടികളില്ലാത്തതിന്റെ പേരിലുള്ള പരിഹാസം, മാനസിക പീഡനങ്ങളും ആൽമ നേരിട്ടിരുന്നു. അന്നേ ദിവസം ഉണ്ടായ വാക്ക് തർക്കത്തിനൊടുവിൽ അധ്യാപകൻ എന്ന തന്റെ മാന്യത മറന്ന് വിഷ്ണു അക്രമാസക്തനാവുകയായിരുന്നു. മാരകായുധം ഉപയോഗിച്ച് കഴുത്തിന് പിന്നിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിഷ്ണു ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവുകളാണ് ആൽമയുടെ ജീവൻ എടുക്കാൻ കാരണമായത് എന്നുള്ളതാണ്. ഇതാണ് സംഭവം. അതായത് ആ അമ്മയെ പോലെ തന്നെ ഇരിപ്പുണ്ട് കാണാനും. ഈ പറയുന്ന മല്ലിക എന്ന് പറയുന്ന എനിക്കറിയില്ല, ഈ മല്ലിക എന്ന് പറയുന്ന സീരിയലിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന ആളാണെന്ന് മനസ്സിലായി. രണ്ടുപേരും ഒരുപോലെ ഏതാണ്ട് ആരും പറഞ്ഞു കൊടുക്കണ്ട, ഇത് മോളാണെന്ന് പറഞ്ഞു കൊടുക്കണ്ട, ആ ഒരു രീതിയിലായിരുന്നു. അവർക്ക് പൂച്ചകളോടുള്ള സ്നേഹം ഒരുപാട് കൂടുതലായിരുന്നു. ഈ പറയുന്ന പുള്ളിയും എന്താണ് വളരെ മാന്യനായിട്ട് എനിക്കൊന്നും ആ വീട്ടിൽ ഈ രണ്ടുപേരേ ഉള്ളൂ. ഈ പറയുന്ന സംശയരോഗം തന്നെ എന്ന് തന്നെയാണ് ഞാനും വിളിച്ചന്വേഷിച്ച് പലരും പറയുന്നതും അങ്ങനെ തന്നെയാണ്. സംശയരോഗമാണ്, മറ്റാരുമായിട്ടുള്ള ബന്ധം ഇവൻ സംശയിച്ചിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് പല ദിവസങ്ങളിലും ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ആ വഴക്കിന്റെ ഒരു പര്യവസാനമായിരുന്നു ഈ പറയുന്ന ഒരു കൊലപാതകം എന്നുള്ളതാണ്. അതായത് 9 വർഷം കൊണ്ട് കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ല. ആ കുട്ടികളില്ലാത്തതിന്റെ പ്രശ്നമാണ്. അതാണ് നമുക്ക് പ്രശ്നത്തിന് കാരണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വഴക്ക്, കുട്ടികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ പറയുന്ന സീരിയൽ നടി, നമ്മൾ പറഞ്ഞ മല്ലിക എന്ന് പറയുന്ന സീരിയൽ നടിയാണ് ഈ പെൺകുട്ടിയുടെ അമ്മ. ഇവർക്കൊരു സഹോദരനും കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഈ ഇങ്ങനെയുള്ള പ്രണയങ്ങൾ ഫേസ്ബുക്ക് വഴി താൻ തന്നെ തീരുമാനിച്ച് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് കല്യാണം കഴിച്ച വ്യക്തികളാണ് രണ്ടുപേരെയും പുറത്ത് കാണുമ്പോൾ അവരൊക്കെ വളരെ സന്തോഷവതിയായിട്ട് ജീവിക്കുന്നു. റീലുകളിലൊക്കെ കാണുമ്പോൾ എല്ലാവരും കരുതും അവർ വളരെ സന്തോഷം, ഇതുപോലെ ഹാപ്പി ആയിട്ട് നമുക്കും അതുപോലുള്ള ഒരു ജീവിതം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലരുടെയും ഈ പറയുന്ന ഫാമിലി വ്ളോഗ്സിന്റെ ഒക്കെ റീൽസ് കാണുമ്പോൾ പലരും ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, അവർ കണ്ട സന്തോഷവതിയായിട്ട് നമ്മളെവിടെ കണ്ട നമ്മളെ ഭർത്താവ് ഒരിടത്തും കൊണ്ടുപോവേയില്ല, എന്നെ ഉമ്മയും എന്റെ ചക്കരയെന്ന് വിളിക്കത്തില്ല, എനിക്കൊരു ഉമ്മ തരുന്നില്ല. മറ്റേ നമ്മൾ ഈ പറഞ്ഞ ലൈവിലായിട്ട് വന്നെന്താണ് അവനെ വീഡിയോ കോൾ എടുത്ത് തുറന്നു വെച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് ചക്കരയെന്ന് വിളിക്കുന്നു, തേനെ പൊന്നെ നീയാണ് എൻ്റെ ദൈവം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സത്യമാണ്. അവർ അത്രയും സന്തോഷവതികളായിട്ടാണ് ജീവിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ മറ്റുള്ളവരില്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ അത് കണ്ട് വായിൽ വെള്ളം ഊറുന്ന അല്ലെങ്കിൽ വെള്ളം ഒലിപ്പിക്കുന്നത് മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അവരുടെയും ഈ പറയുന്ന ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങളെയും കാട്ടി വൻ അടിയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ഭാര്യയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, ഭർത്താവിന് ഈ സോഷ്യൽ മീഡിയ ആയിട്ട് വലിയ ബോധവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവൻ എപ്പോഴും സംശയരോഗമായിരിക്കും. കണ്ടോ, ഇവൾക്കൊരു 10-11 ഉള്ള ഫോളോവേഴ്സ് ഉണ്ട്. ഇവൾ ഡെയിലി ഇടുന്ന ആരടുത്ത് ചാറ്റ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയ പെൺകുട്ടികൾ ഈ പറയുന്ന ഇങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് പിന്നീട് മെസ്സേജസ് വരും, അതിന് നമുക്ക് റിപ്ലൈ കൊടുക്കേണ്ടി വരും, കുറേ കമന്റുകൾ വരും, റിപ്ലൈ കൊടുക്കേണ്ടി വരും, ചിലവർ പ്രണയാഭ്യർത്ഥന നടത്തും. അതിനൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതിനൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നല്ലൊരു നിലയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് നമ്മുടെ പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ് ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ഇടയിൽ കൂടി ചിലവർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും, ചിലവര് ആ ചതിക്കുഴിയിൽ വീണു പോകും. അപ്പൊ ഇങ്ങനെ പലതും സംഭവിക്കും. ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നോ തെറ്റില്ലെന്നോ ഒന്നും പറയാൻ പാടില്ല. ഇനി ഇവന്റെ ഭാഗത്ത് ഇവനിനി വേറെ പ്രശ്നങ്ങളുണ്ടോ, ഇവനിനി വേറെ ഈ പറയുന്ന റിലേഷൻ ഉണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രണയിച്ച് കല്യാണം കഴിച്ചവരിൽ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന ഒരു സംഭവമാണ് സംശയരോഗം, പരസ്പരം സംശയം. കാരണം ഞാൻ പ്രണയിച്ചിരുന്നപ്പോൾ, ഞാൻ അവളുമായിട്ട് പ്രണയിച്ചിരുന്നപ്പോൾ ഏത് രീതിയിൽ അവൻ എന്നെ ഡീൽ ചെയ്തത്, ഏത് രീതിയിൽ എന്നെ കണ്ടത്. അപ്പോൾ ഒരു പെൺകുട്ടി സംസാരിക്കുക, എന്തെന്റെ വിശേഷം, ഇവിടെ എന്ന് പോയില്ലേ എന്ന് 2 വട്ടം വിളിക്കുമ്പോൾ ഇവിടെ ആലോചിക്കും, അന്ന് എൻ്റെ അടുത്ത് പ്രണയിച്ച ഇതേപോലെ തന്നെയാണ്, ഇത് തന്നെയാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവളെന്ത് ചെയ്തു, ഈ പറയുന്ന മെസ്സേജ് അയക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ഇരിക്കുമ്പോഴും പറയും, അന്ന് എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യാൻ വേണ്ടി പാതിരാത്രി വരെയൊക്കെ എടുത്ത് ചാറ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെ ചോദിക്കുക, അമ്മ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും. ഇവളുടെ കള്ളത്തരങ്ങളൊക്കെ അറിയാം. ഇപ്പം നമ്മളടുത്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് പിടിക്കുകയാണെങ്കിൽ ഇവൾ എന്ത് കള്ളത്തരം എന്ത് പറഞ്ഞു, ആ അമ്മയടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്കറിയാം അവരെ പിന്നെ പറ്റിക്കാനൊക്കെ എന്നൊക്കെ നമ്മൾ അപ്പോഴൊന്നും ആളാവാൻ വേണ്ടിയിട്ടൊക്കെ ഭർത്താവിൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ അടുത്ത് പറയും, അതായത് കാമുകയെ എടുത്ത് പറയും. ഇത് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ ഇവരുടെ മനസ്സിൽ കിടന്ന് ഓടും. അവൻ അന്ന് എന്നെ പറ്റിക്കാൻ വേണ്ടി, അമ്മയെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഇവൻ ഇത് പറയുന്നത് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും.
മുമ്പ് നമ്മൾ ഒരാളെ ഏത് രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ നമ്മളത് വീണ്ടും വീണ്ടും ആവർത്തിക്കും. അപ്പൊ മുമ്പ് പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാവുന്ന ഭാര്യയാണെങ്കിൽ, അറിയാവുന്ന കാമുകിയാണ് ഭാര്യയായിട്ട് വരുന്നെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും സംശയമുണ്ട്. മറ്റേ ഓരോ ചലനങ്ങളും മറ്റൊരു രീതിയിലാണ് എന്നുള്ളത്. ചിലപ്പോൾ ഇതിനകത്ത് 100 തേങ്ങയും കാണത്തില്ല. പക്ഷെ എന്ത് ചെയ്യും, നമുക്ക് സ്വതന്ത്രമായിട്ട് ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇരിക്കാനോ സംസാരിക്കാനോ ഒക്കെ വളരെ വളരെ എന്താണ് ബുദ്ധിമുട്ട് വരുന്ന ഒരു രീതിയിലേക്ക് വരും. സംശയരോഗത്തിന്റെ അവസാനം അടിപിടി, ഡിവോഴ്സ്, കൊലപാതകം, കുത്ത്, ഇതൊക്കെ സംഭവിക്കും. അതാണ് ഈ ഒരു സംഭവം. രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും മേഡ് ഫോർ ഈച്ച്, രണ്ടുപേരും കാണാൻ കൊള്ളാം അല്ലേ. നല്ല സൗന്ദര്യവതികളായ പിന്നെ ഭാര്യയും ഭർത്താവും എന്നൊക്കെ നമുക്ക് തോന്നി. പക്ഷെ അവരുടെ അവരുടെ വീട്ടിനകത്ത് എന്താണ് പുകഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.